La 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 lay, lo le lo le lo lay. La 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 lay, lo le lo le lo lay. La 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 lay, lo le lo le lo lay. La 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 lay, lo le lo le lo lay. ഹായ് ദർ, ദിസ് ഈസ് മൈ ആദിത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ്. ഈവനിങ് റുട്ടീൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം റുട്ടീൻ പോലൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് സ്റ്റഡി വ്ളോഗ്. ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇനി ഫ്രഷ് ആവണം, ചായ കുടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം പഠിക്കാൻ ഇരിക്കണം. ആൻഡ് ഓൾസോ എനിക്ക് കുറച്ച് റെക്കോർഡ് വരക്കാനുണ്ട്. ബട്ട് അത് ഇന്ന് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ബട്ട് ഐ ട്രൈ. അപ്പം അതും കൂടി ആണെങ്കിൽ സ്റ്റഡി വ്ളോഗ് പ്ലസ് കുറച്ച് റെക്കോർഡുകളും സൈഡിലൂടെ ഉണ്ടാകും. എനിവേ, കുറേ നാളുകളായി കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. എസ്പെഷ്യലി ഒക്ടോബർ വാസ് എ ഫ്ലോപ്പ് മന്ത് ഫോർ മീ. ഈ ഹോൾ അക്കാദമിക് ഇയറിൽ എനിക്ക് ഉണ്ടായ ഏറ്റവും ഒരു വേഴ്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് മന്തായിരുന്നു ഒക്ടോബർ. സോ ഈ ഒരു ഒക്ടോബർ മന്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നാണ് ഇപ്പോൾ 28th ആയി. ഇനി നവംബർ മുതലെങ്കിലും എനിക്കൊരു പെർഫെക്റ്റ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സോ അതിനു വേണ്ടി ഞാൻ മെയിൻലി വീഡിയോസ് എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുമോ എന്ന കാര്യത്തിൽ എനിക്ക് കാര്യമായ ഉറപ്പില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിവേ, ഞാൻ ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് വരാം. സോ ഗൈസ്, ഞാൻ ഫ്രഷ് ആയതിനു ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്. മെയിനായിട്ട് സിലബസ് എഴുതിയെടുക്കണം എന്നുണ്ട്. കാരണം ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ട് കുറച്ചായി. ഇനി എത്ര തീർക്കണം എന്നത് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും അതൊന്ന് എഴുതിയെടുക്കണം. അതിനുശേഷം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം. ഞാൻ ഇന്ന് ടു ഡു ലിസ്റ്റ് എഴുതാൻ വിചാരിക്കുന്നില്ല. ഇന്ന് ഒരു കുറച്ച് കാര്യം പഠിക്കണം എന്ന് എൻ്റെ മൈൻഡിലുണ്ട്. അത് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് റെക്കോർഡും എഴുതാനുണ്ട്. ആൻഡ് നാളെ മുതൽ കംപ്ലീറ്റ് ആയിട്ടൊരു വൃത്തിയിൽ ടു ഡു ലിസ്റ്റ് എഴുതി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ടു ഡു ലിസ്റ്റ് എഴുതിയാലും വർക്കൗട്ട് ആവലില്ല എൻ്റെ കേസിൽ. പക്ഷേ ഇനി ഞാൻ അത് വർക്കൗട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. വർത്താനം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. സോ ഗൈസ്, വിലപ്പെട്ട സമയം പഠിക്കുന്നതിന് പകരം ഞാൻ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഇതിൽ മാത്സിൻ്റെ 10 ചാപ്റ്റർ എക്സാമിനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി ബോധം പോയി. ഇതിലാകെ എനിക്കറിയുന്നത് ഒന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെയും കുറച്ചെങ്കിലും അറിയുന്നത് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരെ. അതിൽ കണ്ടിന്യൂറ്റി എനിക്ക് കുറച്ച് വൃത്തിക്ക് അറിയുള്ളൂ. ഡിഫറൻഷ്യബിലിറ്റിയും കാര്യമായിട്ട് അറിയില്ല. പഠിച്ചിരുന്നു, പക്ഷെ മറന്നുപോയി. ആൻഡ് ഫിസിക്സ് ഞാൻ ഓണപ്പരീക്ഷയ്ക്ക് ശേഷം ഒന്നും നോക്കിയിട്ടില്ല, കാര്യമായിട്ടൊന്നും നോക്കിയിട്ട്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതേപോലത്തെ കെമിസ്ട്രിയുടെ ആ ഭാഗത്തേക്കേ ഞാൻ പോയിട്ടില്ല. എനിക്ക് ആകെ ഇതിൽ അറിയുന്നത് ഫസ്റ്റത്തെ ചാപ്റ്ററും 3rd ചാപ്റ്ററും മാത്രം അത്യാവശ്യം അറിയുന്നത്. ബാക്കിയൊന്നും കാര്യമായിട്ട് എനിക്കറിയില്ല. നെക്സ്റ്റ് ബ്ലോക്ക് കാൽഭാഗവും അറിയാം. പിന്നെ ബാക്കിയൊന്നും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മുതൽ അങ്ങോട്ട് എനിക്ക് ലിറ്ററലി ഒന്നും അറിയില്ല. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഈ ബയോളജിയിൽ ഫ്ലവർ റീപ്രൊഡക്ഷൻ കുറച്ച് കുഴപ്പമുണ്ട്. ബയോടെക്നോളജി 1 വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബാക്കി 2 അറിയില്ല. സുവോളജി ഫസ്റ്റത്തെ 3 ചാപ്റ്റർ വലിയ കുഴപ്പമില്ല. 4ാമത്തെ എനിക്കൊന്നും അറിയില്ല. 5ഉം അറിയില്ല. 6 സിമ്പിളാണെന്ന് തോന്നുന്നു പഠിക്കണത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം. ഇത്രയും സിലബസ് ഇത്ര ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ തീർക്കും തരാൻ പറ്റൂലെങ്കിലും കുറച്ചെങ്കിലും വൃത്തിക്ക് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ ഗൈസ്, പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഓസ്വാൾ ബുക്സിൻ്റെ CBSE കോമ്പിറ്റൻസി ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ബുക്കാണ്, ചാപ്റ്റർ വൈസ്ഡ്. ഇതിൽ 1000+ MCQസും പിന്നെ കേസ് ഓർ സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. പിന്നെ ഓരോ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവരൊരു റിവിഷൻ നോട്ട്സ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ കോർ കോൺസെപ്റ്റ്സൊക്കെ നിങ്ങൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ക്വസ്റ്റ്യൻസ് 2 ലെവലായിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ലെവൽ 1ഉം ലെവൽ 2ഉം. പിന്നെ വിഷ്വൽസും നോട്ട്സും ടേബിൾസും ഫ്ലോ ചാർട്ട്സും ഒക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി നന്നായി ഹെൽപ്പ് ചെയ്യും.
അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ വരാൻ ചാൻസുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ അവൈലബിൾ ആണ്. സോ എക്സാമിന് മുമ്പേ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ബുക്കാണ് ഓസ്വാളിൻ്റെ ഈ ബുക്ക്. ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ്റെ ബുക്ക് PCM സ്ട്രീമിനും PCB സ്ട്രീമിനും അതേപോലെ തന്നെ കോമേഴ്സ് സ്ട്രീമിനും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ആദ്യത്തെ 10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ഓസ്വാൾഡ് സൈറ്റിൽ നിന്ന് ബുക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കുറച്ചധികം സമയത്ത് എന്ത് പഠിക്കണം എന്നുള്ള ആലോചനയ്ക്ക് അവസാനം ഞാൻ കുറേ നാളായി പഠിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഒട്ടും എവിടെ എത്താത്തതുമായ ചാപ്റ്ററായ ഇൻ്റഗ്രൽസിലാണ് ഞാൻ അവസാനം എത്തി. അപ്പോൾ ഞാൻ ക്ലാസ് കണ്ടാണ് പഠിക്കുന്നത്, എജുപോർട്ടിൻ്റെ ക്ലാസ്സാണ് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻ്റഗ്രൽസ് കുറച്ച് എവിടെയൊക്കെ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് പിറ്റേന്നാകുമ്പോഴേക്ക് ഞാൻ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ ഒന്നും കൂടി പഠിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി, പക്ഷേ എവിടെയും എത്തിയിട്ടില്ല. ഇനിയും കുറേ അധികം ടോപ്പിക്സ് എനിക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും തീർത്തേ എനിക്ക് പറ്റൂ. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണം എനിക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. ഫിസിക്സും കെമിസ്ട്രിയുടെ ആ ഭാഗത്തേക്ക് പോയിട്ട് ഞാൻ മാസങ്ങളായി. ഇനി എനിക്ക് അത് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് കണ്ടിട്ടാണ് മാത്സ് പഠിക്കുന്നത്. പൊതുവേ നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഞാൻ മാത്സ് ക്ലാസ് കണ്ടിട്ട് തന്നെയാണ് പഠിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല, പിന്നെ കുറേ അധികം ടൈം എടുക്കും. പിന്നെ അത്രയും ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് പിന്നെ ടൈം ഉണ്ടെങ്കിൽ അല്ലാണ്ട് സോൾവ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ സൈഡിൽ ഉപ്പും മുളക് ആണെന്ന് തോന്നുന്നു കാണുന്നത്. ഞാൻ ഉപ്പും മുളക് മുന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ കുറച്ച് അധികം കാണുന്നതായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഇപ്പോൾ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്കത് കുറച്ച് ബോറിംഗ് ആയി തോന്നി. പിന്നെ സിദ്ധു വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടത്. പിന്നെ അതിനുശേഷം ഞാൻ ഫിസിക്സിൻ്റെ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ സഞ്ജു ആൻഡ് ലക്ഷ്മിയാണെന്ന് തോന്നുന്നു സൈഡിൽ വെച്ചിട്ട് അത് കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. കാരണം അല്ലെങ്കിൽ ബോറടിക്കും വെറുതെ ഇങ്ങനെ എഴുതുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസായിട്ട് വരാം. ബൈ.